Sir, the weather is too rough to do a rescue now, right? Yeah, now already red alert are there for 3 days in the Uttara Kannada district. Yeah. From tomorrow, day after tomorrow, and 3 days it is a yellow alert. Yeah. So that heavy rains already happening and you are witnessing it. Yeah. So we are stopping today. No. We are not stopping because of rains. Because it's late. Tomorrow we are switching over the drone based operation tomorrow. Now in the night we cannot do the exact thing. It required a bright light. So morning and the entire equipment is coming from Delhi. Tomorrow they are going to set up the drone station here, work station. So that will take time. So tomorrow by 7 o'clock, 8 o'clock, this operation by the drone technologists will start. Already we have the coordinates where lorry of the Arjun is drifted. We have some satellite images from Navy, and we have some coordinates that we already pinpointed them and we marked them. These experts tomorrow will definitely show the way to us where it is exactly there in a clear manner. So that how to take it, that lorry out is our challenge. That lorry is upside down. So that tomorrow Navy divers, after this drone is identified everything, Navy divers will come and they go into the sea. But that Gangavali river is floating at 20 knots per hour. So that no diver can able to go inside. So we want to change the entire course of the river, that permission is required. So honorable government is also thinking that so any cost diver should go to that point. Sir, how much time will it take to lift the lorry to? That is, see, our aim is not to lift the lorry. I want to find Mr. Arjun. Oh, of course, sir. Of course. That is the thing. Once we have to see for the survivors or body, or if he's there, he luckily survived and went somewhere, we don't know. And unless and until I reach the cabin of the lorry, I can say tomorrow evening it will happen. Thank you, sir. Thanks a lot all for all your support. Thank you, sir. Thanks a lot. അപ്പോൾ കാർവാർ എസ് പി നമ്മളോട് സംസാരിക്കായിരുന്നു. കാർവാർ എസ് പി വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. ലോറി കീഴ്മേൽ മറിഞ്ഞ നിലയിലാണ് താഴെ കിടക്കുന്നതെന്ന് പറയുകയാണ്. എനിക്ക് ആദ്യമായാണ് അതിലൊരു ക്ലാരിറ്റിയോടുള്ള വിവരം കിട്ടുന്നത്. ലോറി കീഴ്മേൽ മറിഞ്ഞു കിടക്കുന്നു എന്ന് കാർവാർ എസ് പി തന്നെ പറയുകയാണ്. അപ്പോൾ അതൊരു പുതിയ വിവരമാണ്. അപ്പോൾ അത് കീഴ്മേൽ മറിഞ്ഞു കിടക്കുന്നു ആ ലോറി എന്ന വിവരം ഈ ഘട്ടത്തിൽ എസ് പി നമ്മളോട് പറയുകയാണ്. ഹാഷ്മി, തുടരാം. ഉറപ്പായി വിജയകുമാർ, അത് തന്നെയാണ് കാർവാർ എസ് പി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ ലോറി കീഴ്മേൽ മറിഞ്ഞു നമ്മൾ എടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് കുറച്ചുകൂടി അദ്ദേഹം വിശദമായി പറയുന്നത്. ആ ലോറിയെക്കുറിച്ച്, ആ ലോറിയുടെ കിടപ്പിനെ കുറിച്ച് ഏതാണ്ട് വ്യക്തമായ കൃത്യമായ ധാരണ പോലീസിനും കർണാടക ഭരണകൂടത്തിനും നേവിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ ലിഫ്റ്റ് ചെയ്യാം എന്നതിൽ മാത്രമാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. ആ ലോറി കീഴ്മേൽ മറിഞ്ഞു കിടക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, സർ, ഹൗ മച്ച് ടൈം ടു ടേക്ക്, എത്ര സമയം കൊണ്ട് നമുക്കിത് മുകളിലേക്ക് എടുക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അതിലേറെ പ്രധാനം അർജുനാണ്. അർജുൻ്റെ ജീവനാണെന്ന് കാർവാർ എസ് പി നമ്മളോട് പറയുന്നു. അർജുൻ അതിനുള്ളിൽ ഏത് അവസ്ഥയിലാണ് തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് അത് ലിഫ്റ്റ് എടുക്കേണ്ടതുണ്ട്. നാളെ രാവിലെ മുതൽ അതിൻ്റെ ശ്രമങ്ങൾ തുടങ്ങുകയാണ് എന്ന് പറയുകയാണ് കാർവാർ എസ് പി. നാളെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഹൈ ഡ്രോൺ എന്ന് പറഞ്ഞാൽ 20 മീറ്റർ അടിയിലേക്ക് വളരെ വ്യക്തമായി വളരെ ഭംഗിയായി കാര്യങ്ങൾ കാണാൻ കഴിയുന്ന ഏറ്റവും ശക്തിയുള്ള ഡ്രോൺ സംവിധാനം നാളെ രാവിലെയോട് ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. അതിന് ഉദ്യോഗസ്ഥരടക്കം മുൻ മേജർ അടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നാളെ അതിൻ്റെ അടക്കം സഹായം ഉപയോഗിച്ചുകൊണ്ട് ഒരു മാസീവായിട്ടുള്ള ഓപ്പറേഷൻ, നമ്മൾ ഇന്ന് കണ്ടതുപോലെ സംയുക്തമായ വലിയ ഓപ്പറേഷൻ നാളെ നടക്കാൻ പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഇന്നും പറയുന്നത് 20 നോട്ടിഫിക്കൽ മൈൽ സ്പീഡിൽ ഈ ഗംഗാവാലി പുഴയിൽ ഒഴുക്കെന്ന് പറയുകയാണ്. വലിയ അതിഭീകരമായ ഒഴുക്കാണ്. ഒഴുക്ക് മുകൾ തട്ടിൽ അടിയൊഴുക്കിൽ അടക്കം വലിയ ഒഴുക്കാണ്. ആ ഒഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് നേവി ഡൈവർമാർക്ക് താഴേക്ക് ചാടാൻ കഴിയുന്നില്ല. അത് അങ്ങേയറ്റത്തെ വലിയ വെല്ലുവിളിയാണ് വിജയകുമാർ. അത് കാർവാർ എസ് പി നമ്മൾ എടുത്തു പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നേവി ജമ്പർമാർക്ക് അതിലേക്ക് കടക്കാൻ കഴിയാത്തത്, നേവി ഡൈവർമാർക്ക് അതിലേക്ക് കടക്കാൻ കഴിയാത്തതെന്ന് കാർവാർ എസ് പി നമ്മളോട് വളരെ ഭംഗിയായി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. ഒരു കാര്യം ഉറപ്പാണ് വിജയകുമാർ, ഇവിടെ കാർവാർ എസ് പി, നമുക്ക് അക്കാര്യത്തിൽ വേറെ ഡൗട്ട് ആവശ്യമില്ല. ഇന്ന് അല്പസമയം മുൻപ് നമ്മുടെ MLA കാർവാർ MLA ഞാൻ എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, അർജുൻ്റെ ലോറി തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ലോറി തന്നെയാണെന്ന് പറയുമ്പോൾ പോലും അപ്പോഴും ഡൗട്ട് ഉള്ളത് ഒരു ടവർ അവിടെ കാണാനില്ല. ഇനി ടവറാണെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്ന് കാർവാർ MLA നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷേ കാർവാർ എസ് പി കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാവുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നേരിട്ടറിയാവുന്ന കാർവാർ എസ് പി പറയുന്നു അത് അർജുൻ്റെ ലോറി തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ച് പറയുന്നു. മാത്രമല്ല ലോറി അപ്സൈഡ് ഡൗൺ ആയി റിവറിന്റെ മടിത്തട്ടിൽ കീഴ്മേൽ മറിഞ്ഞിങ്ങനെ കിടപ്പാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അത് പുറത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളെ പറ്റിയിട്ടുള്ള തീവ്രമായ
ആലോചനകളിലാണ്. നാളെ എന്തൊക്കെ സംവിധാനങ്ങൾ കൊണ്ടുവന്നാലാണ് അതിനെ ഉയർത്തെടുക്കാൻ കഴിയുക, നമ്മൾ അർജുൻ്റെ അവസ്ഥ എന്താണ് എന്ന കാര്യങ്ങളിലൊക്കെ ആശങ്കാപൂർവ്വം എന്താണ് അതിനിടയിൽ കാർവാർ പറയുന്നു ലക്കിലി അദ്ദേഹം ഈ വാഹനത്തിൽ നിന്നിറങ്ങി പുറത്തേക്ക് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നൊക്കെയുള്ള ആഗ്രഹത്തിന്റെ വല്ലാത്ത പ്രതീക്ഷയുടെ വാക്കുകൾ കാർവാർ അല്പസമയം മുമ്പ് പറഞ്ഞു. ഒരു കാര്യം ഉറപ്പാണ് വിജയകുമാർ, അത് നമ്മളവിടെ കണ്ടത് അർജുൻ്റെ ലോറി തന്നെയാണ്. ആ ലോറി അത് കീഴ്മേൽ മറിഞ്ഞ് കിടപ്പാണ്. അതിനെ ഉയർത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്ഥലത്ത് തന്നെയാണ് നേരത്തെ കെ മഷറഫ് എം എൽ എ പറഞ്ഞു, ഈ പറയുന്ന ആ മൺകൂനയ്ക്കും ആ കരയ്ക്കും നടുവിലായി അതേസമയം കരയോട് ചേർന്ന ഭാഗത്താണ് ഈ ലോറി അങ്ങനെ ചെളിയിൽ പൊതിഞ്ഞു കിടക്കുന്നത്.